ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ്ബോർ, സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. നമ്മളിന്ന് പറയുന്നത് ഡോപ്പമിൻ എന്ന ഹോർമോണിനെ പറ്റിയാണ്. അത് ഫുഡ് റിഫ്ലക്സോളജിയിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. നോർമലി നമുക്ക് ഓരോ ഹോർമോണിനെ എങ്ങനെ ഫുഡ് റിഫ്ലക്സോളജി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിൽ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫുഡ് റിഫ്ലക്സോളജിയിൽ ഡോപ്പമിൻ ഹോർമോണിൻ്റെ എങ്ങനെയൊക്കെയാണ് വരുന്നതിന് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. നോർമലി നമുക്ക് ഫുഡ് റിഫ്ലക്സോളജിൻ്റെ ചികിത്സയിൽ എന്ന് വെച്ചാൽ സെക്ഷനിൽ ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡോപ്പമിൻ ഒരു ഹാപ്പിനെസ് ഹോർമോണാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മനസ്സിനെ സന്തോഷകരമായ രീതിയിൽ കൊണ്ടുവരാനും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രധാന പ്രവർത്തനം മനസ്സിൻ്റെ ഉല്ലാസം, പ്രേരണ, അതേപോലെ നമുക്ക് ശ്രദ്ധ, നമുക്ക് അതേപോലെ തന്നെ ഉറക്കം, ഓർമ്മ, ചലനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ഈ ഹോർമോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കാലിലെ ശരിയായ ബിന്ദുക്കളിൽ നമ്മൾ പ്രഷർ പോയിന്റുകളിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ, ഉത്തേജിപ്പിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ നമ്മൾ ഡോപ്പമിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോപ്പമിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നമ്മൾ പ്രോപ്പറായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിലൂടെ മനസ്സിലെ ടെൻഷനും കാര്യങ്ങളും ഉത്കണ്ഠയും എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ മനോഭാവം എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന മനോഭാവം മെച്ചപ്പെടുത്താനും റിഫ്ലക്സോളജി സെഷനുകളിലൂടെ വഴി ഡോപ്പമിൻ റിലീസ് ചെയ്ത് സന്തോഷവും സംതൃപ്തിയും നൽകാൻ ഈ റിഫ്ലക്സോളജി ട്രീറ്റ്മെൻറ്റിലെ സെഷനിലൂടെ സാധ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്സോളജിയിൽ പ്രേരണയും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഡോപ്പമിൻ ഹോർമോൺ ശരിയായി പ്രവർത്തിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഊർജ്ജം ഉയരുകയും റിഫ്ലക്സോളജി ഈ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എല്ലാവരും ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. ഈ ഉറക്ക ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ഡോപ്പമിൻ ലെവൽ ശരിയായ രീതിയിൽ നമുക്ക് സ്ലീപ്പിംഗ് സൈക്കിൾസ് ശരിയാക്കി കൊണ്ടുവരും റിഫ്ലക്സോളജിയിലൂടെ അതിന് സഹായകരമാണ്. അതുപോലെ തന്നെ ഫുഡ് റിഫ്ലക്സോളജിയിൽ നമ്മൾ ചെയ്യുന്നതിൽ ഈ നാഡീപ്രവർത്തനത്തെ നെർവ് സിസ്റ്റത്തിനെ നമ്മൾ ഉത്തേജിപ്പിക്കുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇതിനെയും നമുക്കിതിൻ്റെ ഓരോ ഗ്രന്ഥിയും പ്യൂട്ടറി ഗ്രന്ഥി, അതുപോലെ സ്പൈനൽ തുടങ്ങിയ പോയിന്റുകൾ ഉത്തേജിപ്പിക്കുമ്പോൾ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിതമായി നടക്കുകയും ശരീരത്തിൽ ശരിക്കുള്ള ഒരു ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫുഡ് റിഫ്ലക്സോളജി സെഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ മെട്രോപോളിസം എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിലുള്ള എല്ലാ പ്രോബ്ലത്തിനെയും ഒരുവിധം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി. എല്ലാ നേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു ഉണർവും അതേപോലെ തന്നെ ഇതേപോലുള്ളൊരു ഹാപ്പിനെസ്സും ഉൾക്കടയെല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്ക്